Hello lovely peoples, welcome back to our YouTube channel NRN Family Vlogs. ഇവിടെ മസ്കറ്റിൽ ഓൾറെഡി സമ്മർ വെക്കേഷൻ സ്റ്റാർട്ടായിട്ടാണ്. ജൂൺ 7th തൊട്ടിട്ട് സ്റ്റാർട്ടായി. എല്ലാ കൊല്ലത്തേക്കാളും ഇവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഒരു 1 വീക്ക് മുന്നേ തന്നെ പ്രൈമറിക്കാർക്കൊക്കെ സ്കൂള് വെക്കേഷൻ സ്റ്റാർട്ടായി. ഇനി ഓഗസ്റ്റ് 4th റീ ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈദ് ഹോളിഡേയ്സും ഉണ്ടായിരുന്നു. അപ്പോൾ 1 വീക്കോളം ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു പബ്ലിക് സെക്ടർ കമ്പനിക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചൂട് കാരണം ഔട്ട്ഡോർ ഇതൊന്നും പോകാനൊന്നും ഇപ്പോൾ പറ്റില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ജൂലൈ ഒക്കെ ആകുമ്പോൾ പോവാം. നല്ല ചൂടാണ് ഇപ്രാവശ്യം എന്നാണ് പറയണത്. ഈ മലകളുടെ ഇടയിൽ നിന്നൊക്കെ പാമ്പുകൾ ചൂട് കൊണ്ട് ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട്. ചില വാതി ഏരിയകളിലൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോസൊക്കെ കണ്ടിരുന്നു. നല്ല വലിയ രാജവെമ്പാല പോലത്തെ പാമ്പുകൾ. അപ്പോൾ അത്രയ്ക്കും ഇപ്രാവശ്യം കുറച്ച് ചൂട് കൂടുതലാണ്. ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും കുറേയായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്നത് ഒമാൻ അവന്യൂസ് മാളിലേക്കാണ്. ഇവിടെ നല്ലൊരു വലിയൊരു മാളാണ്. ഈ മാളിലാണ് ഇവിടുത്തെ മസ്കറ്റിലുള്ള ഐക്കിയ ഉള്ളത്. പിന്നെ ഇവിടെ ലുലുവും ഉണ്ട്. അപ്പം ഇവിടുത്തെ ഐക്യ സ്റ്റാർട്ടായിട്ട് 2 കൊല്ലം ആവണുള്ളൂ. ഞങ്ങളിവിടെ വന്ന ടൈമിൽ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്തിട്ട് 7-8 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ UAE അതെ, ഐക്യയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. വേറെ വീക്കെൻഡ് ആണെങ്കിലും ഹോളിഡേയ്സ് ആണെങ്കിലും വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ഐക്യയിൽ പോകാമെന്ന് പറയും. അവിടെ പോണതും ഷോപ്പിങ്ങിന് മാത്രമല്ല, അവിടെ എന്തോ ഒരു പ്രത്യേക ഒരു വൈബാണ്. അവിടെ പോയി ഒന്ന് കറങ്ങി വരികയെന്ന് പറയുമ്പോൾ കുട്ടികൾക്കായാലും അവിടെ കളിക്കാനൊക്കെ ഏരിയുണ്ട്. ഈ റമദാൻ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് ഐക്കിയയുടെ. അതിന് പുറമെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവരെവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും വിത്ത് ഫ്രീ കിഡ്സ് മീൽ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇവിടെ ഐക്യയ്ക്ക് തന്നെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. അവരുടെ ഒരു സ്വീഡിഷ് ടൈപ്പ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടുത്തെ ഡിഷസും ഉണ്ടാവും. പിന്നെ നോർമലി ഏത് കൺട്രിയിലാണുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ സെപ്പറേറ്റ് ഡിഷസും ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഇവിടുത്തെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ വെറൈറ്റി ഓഫ് സ്നാക്സും കാര്യങ്ങളും സ്വീറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പറയണത് മാഷ്ഡ് പൊട്ടാറ്റോയും മീറ്റ് ബോൾസും വിത്ത് അവരുടെ സ്പെഷ്യൽ സോസസാണ്. കുട്ടികൾക്ക് സ്പെഗറ്റി ഉണ്ടാവും. സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് വിത്ത് എന്തെങ്കിലും സോസ്. ഇവിടുത്തെ മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് ലെമൺ ദിൽ സോസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാനാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ചിക്കൻ്റെ അവരുടെ ഒരു റൈസ് പോലെ, ഇന്ന് ബിരിയാണി പോലെ ആയിരുന്നു. അല്ലെങ്കിൽ മന്തി റൈസ് ഉണ്ടാവും, ചിക്കൻ വിത്ത് മന്തി റൈസ് ഉണ്ടാവും. പിന്നെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാവും, സാൽമൺസ് ഉണ്ടാവും, പാസ്തയുടെ എന്തെങ്കിലും ഉണ്ടാവും. നോർമൽ ഡേയ്സിൽ അങ്ങനെയൊക്കെ ആവുക. പിന്നെ സ്നാക്സ്, ഈ കാണുന്ന സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. സമൂസ, ഗാർലിക് ബ്രെഡ്, ചിക്കൻ സ്ട്രിപ്സ്, പ്രോൺസിൻ്റെ എന്തെങ്കിലും. ഇപ്പം ഈദുൽ ഫിത്തർ ടൈമിൽ, അതായത് റംദാൻ ഹോളിഡേയ്സിൻ്റെ ടൈമിലൊക്കെ വെറൈറ്റി ഓഫ് റൈസും മന്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കാണും. നോർമൽ ഡേയ്സിൽ ഇതൊക്കെ തന്നെ, മാഷ്ഡ് പൊട്ടാറ്റോസ്, മീറ്റ് ബോൾസ്, പിന്നെ എന്തെങ്കിലും ബിരിയാണിയോ അല്ലെങ്കിൽ മന്തി റൈസോ അങ്ങനെ സ്റ്റീക്സോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് ലെമൺ ദിൽ സോസാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. കുഞ്ഞാറ്റയ്ക്ക് ഇവിടുത്തെ സ്പാഗറ്റി ഇഷ്ടമാണ്. ഇവിടുത്തെ ബിരിയാണി റൈസും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മന്തി റൈസും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ. പിന്നെ ഇവിടെ ലൈവ് പാസ്ത സ്പേസ് ഉണ്ട്. അപ്പം അത് അവിടെ ലൈവായിട്ട് നമുക്ക് പാസ്ത നമ്മൾ പറയണ പോലെ സീ ഫുഡ് പാസ്തയോ ചിക്കൻ പാസ്തയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. അത് ഒരു ടൈം ട്രൈ ചെയ്തിട്ടുണ്ട്. അതും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തത്. അപ്പം അങ്ങനെ ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ വീക്ക് ഡേയ്സിന് ഐക്കിയ ഫാമിലി കാർഡുള്ളവർക്ക് ഇവിടുത്തെ കോഫിയും പിന്നെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഫ്രീ ആയിരിക്കും. ഈ ഹോളിഡേയ്സിനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈദ് ഹോളിഡേയ്സായിട്ടും ഈ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റമദാൻ ടൈമിലാണ് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ഡിഷസും ആക്ടിവിറ്റീസും കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും ഇവിടെ.
അപ്പോൾ അതായിരുന്നു കേട്ടോ ലൈവ് പാസ്ത ഏരിയ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോണത് കുഞ്ഞാറ്റാനെ പ്ലേ ഏരിയയിൽ കൊണ്ടാക്കാനാണ്. അവൾക്ക് അവിടെ പോവുക പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ഫുഡ് കഴിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം പിന്നെ മോൾക്കും ഇഷ്ടമായ കാരണം ഞങ്ങൾ ഇവിടേക്ക് തന്നെ വരും. അപ്പോൾ ഇതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. അപ്പോൾ അവിടെ ഹൈറ്റ് വെച്ചിട്ടാണ് കുട്ടികളെ കയറ്റുക. ഇത്ര ഹൈറ്റ് വരെ, അത്ര ഹൈറ്റ് തൊട്ട് ഇത്ര ഹൈറ്റ് വരെ. അപ്പോൾ അവിടെ സ്റ്റാഫ്സൊക്കെ ഉണ്ടാവും, അവരെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും. മെയിനായിട്ട് കളറിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. കളറിങ് തന്നെയാണ് മെയിനായിട്ട്. ഈ റമദാൻ ഹോളിഡേയ്സിൻ്റെ ടൈമിൽ ഒരുപാട് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം. ഇതല്ലാതൊക്കെ അങ്ങനത്തെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു റമദാനിനാണ് അവർ കൂടുതലും പ്രോഗ്രാംസൊക്കെ വെക്കാറ്. അങ്ങനെ അവളവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇത് ഐക്കിയയുടെ താഴെയുള്ള ബില്ലിംഗ് ഏരിയയുടെ സെക്ഷനാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ ഇങ്ങനെ ഹോട്ട് ഡോഗ്സ്, ഷവർമാസ്, പിന്നെ അവിടുത്തെ എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് തിങ് ആണ് ഐക്കിയ ഐസ്ക്രീം. അത് നല്ല ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് എന്താണോ എനിക്ക് അവിടുത്തെ ആ ഒരു ഐസ്ക്രീമിൻ്റെ വേഫർ ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രിസ്പിയും നല്ല ടേസ്റ്റാണ്. നോർമൽ മധുരമായിട്ട്, അങ്ങനെ ഓവർ മധുരമില്ല, ഓവർ ഫ്ലേവേർഡ് അല്ല. അത് കാരണം എനിക്ക് അങ്ങനത്തെ ഓവർ മധുരവും ഓവർ ഫ്ലേവേർഡ് അല്ലാത്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഐക്കിയ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഐക്കിയയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുഡ് കോർട്ടും പിന്നെ ഫർണിച്ചർ ഏരിയ ആണ്. ഇങ്ങനെ ഫർണിച്ചേഴ്സായിട്ടും ഉണ്ടാവും, പിന്നെ റൂം വൈസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ലിവിങ് ഏരിയ, ഡൈനിങ് സ്പേസ്, കിച്ചൺ, ബെഡ്റൂം, ബെഡ് സ്പേസും, പിന്നെ വാർഡ്രോബും ബാത്റൂമും ഒക്കെ എല്ലാം അവർ ഇൻറ്റീരിയർ ചെയ്ത് മൊത്തത്തിലൊരു എല്ലാം അവർ ഇൻറ്റീരിയർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. കിച്ചൺ ആയാലും അതെ, പല നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് കിച്ചണിൻ്റെ ഡിസൈൻസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചനും നോർമൽ കിച്ചനും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും അതെ, ബെഡ്റൂമും വിത്ത് വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്ത് രസം. അതായത് മെൻസിൻ്റെയും വുമൻസിൻ്റെയും സെപ്പറേറ്റ് വെച്ചിട്ട്. അപ്പോൾ അവർ ഡ്രസ്സസൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സസ് ഇവിടുത്തെ ടൈപ്പ് മെൻസിന് ഇപ്പം അബായാസും കന്തൂരൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല എനിക്ക് അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീടൊക്കെ ഇൻറ്റീരിയറൊക്കെ താല്പര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എനിക്കിവിടെ ഐക്കിയ വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഹോം ഫർണിഷിങ് ഷോപ്പിൽ അങ്ങനത്തെ സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണ്. ഐക്കിയയിൽ വരാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ ഫുഡ് കോർട്ടും ഉണ്ടല്ലോ. UAE-ലായിരുന്നപ്പോഴും അതെ, അവിടെ പിന്നെ 2 ഐക്കിയ ഉണ്ട്. ഫെസ്റ്റിവൽ സിറ്റിയിലത്തെ ഐക്കിയയിലാണ് മെയിനായിട്ട് പോവാറ്. പിന്നെ ജബലലിലത്തെ കുറച്ചായിട്ടാണ് സ്റ്റാർട്ടായത്. ഞങ്ങൾ വരുന്ന ടൈമിലാണ് അവിടെ സ്റ്റാർട്ട്. അത് ജബലലിലത്തെ വലിയ ഐക്കിയായിരുന്നു. അവിടെയും പോയിട്ടുണ്ട്. പിന്നെ അവിടെ പാൻ എമിറേറ്റ്സ് ഹോം സെൻറ്ററിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. പാൻ എമിറേറ്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടാവും. ഇവിടെ പിന്നെ ഐക്കിയയിൽ തന്നെയാണ് മെയിനായിട്ട് പോവാറുള്ളത്. വേറെ എവിടെയും പാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പാൻ ഹോം ഫർണിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കിയിട്ടില്ല അവിടെ. അപ്പം ഐക്കിയ തന്നെയാണ് മെയിൻ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ കിഡ്സിൻ്റെ റൂമും അവരുടെ വിത്ത് സ്റ്റഡി സ്പേസും ഒക്കെ വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവർ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന ഓരോ റൂം വൈസ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലത്തെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്ര ഡേയ്സ് കഴിഞ്ഞാൽ എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങൾ അവർ താഴെ ഒരു സ്പേസിൽ കൊടുന്നിട്ടിട്ട് അതിൻ്റെ ഹാഫ് പ്രൈസിൽ അവർ സെയിൽ ചെയ്യും. അവിടെ എപ്പോഴും ഉണ്ടാവും അത്. ഹാഫ് പ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ അതിലും കുറവുണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളായാലും അതെ, ഫർണിച്ചേഴ്സും ആയാലും അതെ, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് യൂസ്ഡ് ഐറ്റം പോലെ ആയില്ലേ. അപ്പം അതവർ ഹാഫ് പ്രൈസിലോ അല്ലെങ്കിൽ
അതിലും കുറവ് പ്രൈസിലോ അവിടെ സെയിൽ ചെയ്യണം കേട്ടോ. അവിടെ നിന്നും കിട്ടും നല്ല സാധനങ്ങൾ. അങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ലല്ലോ, ജസ്റ്റ് ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ആയിരിക്കില്ലേ. അപ്പോൾ നല്ല തന്നെയായിരിക്കും. ഈ കിഡ്സിൻ്റെ ഇത് കാണാൻ എന്തൊരു രസമാണെന്നറിയോ. വെറൈറ്റീസ് ഓഫ് ബെഡ്സും പിന്നെ അവരുടെ പ്ലേ ഏരിയ, സ്റ്റഡി ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാവും. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. We can do nothing at all. പിന്നെ അവിടെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി. അവിടെ എന്ന് പറയുമ്പോൾ ക്രോക്കറീസ്, പിന്നെ എന്താ പറയുക, ഹോം ഡെക്കോർ സാധനങ്ങൾ, ലൈറ്റ്സ്, കാർപ്പറ്റ്സ്, കുഷ്യൻസ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. പിന്നെ അവരുടെ ഒരു വെയർ ഹൗസ് ഏരിയ, അത് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഏരിയ. പിന്നെ അവിടെ ലാസ്റ്റ് ബിൽഡിങ്ങിന് മുന്നേ ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റിയ ഫർണിച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ബാക്ക് യാർഡ്, ലോൺ, പിന്നെ ബാൽക്കണീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഡിസ്പ്ലേയിൽ അതായത് യൂസ്ഡ് ഫർണിച്ചേഴ്സ് അവർ ഇങ്ങനെ ഓരോ റൂമിലും ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് ഹാഫ് പ്രൈസിന് അവർ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അങ്ങനെ കുഞ്ഞാറ്റനെ ഞാൻ എടുക്കാൻ അവിടുന്ന് നേരമായി. ഇപ്പോൾ 1 hour ആവാറായി. അവിടെ നിന്ന് എടുത്ത് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മുകളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഫുഡ് പിന്നെ ഓൾറെഡി ആക്കിയെന്ന് കഴിച്ചല്ലോ. അപ്പോൾ മുകളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. Eyes closed, like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the